ആഹാ, നല്ല പണിയാണല്ലോ പെണ്ണെ. ഇങ്ങനെയാണ് ദോശ ചൂടുന്നേ? അതല്ല കൊച്ചമ്മ, ഞാൻ അറിയാതെ. അറിയാൻ വയ്യാത്ത പണിയാണ് കയറി ഏക്കരുത്. ഈ അടുക്കള പണി എന്ന് പറഞ്ഞ ശകല ഉത്തരവാദിത്തം കൊണ്ട് ഞങ്ങൾ വല്ല ബ്രെഡ് എടുത്തോണ്ട് പോയിക്കൊണ്ടേനെ. ഇല്ല കൊച്ചമ്മ, ഇരുന്നോളൂ. എന്താ നീ വിളിച്ചേ? ഇല്ല കൊച്ചമ്മ. എനിക്ക് എന്തായാലും അത്രയ്ക്ക് പ്രായം എന്ന് വിചാരിച്ചോ കൊച്ചമ്മ എന്ന് വിളിക്കാൻ? അതല്ല ചേച്ചി, നാട്ടിലെ ജോലിക്ക് നിൽക്കുന്നവർ അങ്ങനെയാ ചേച്ചി വിളിക്കുന്നത്. ഓഹോ, ഇപ്പൊ കൊച്ചമ്മന്ന് പോയി ചേച്ചിന്നായോ? ആരാണ് നിന്റെ ചേച്ചി? എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിന്റെ വിചാരം? ഒരു കൊച്ചു പെണ്ണ് വന്നിരിക്കുന്നു ചേച്ചിന്ന് വിളിക്കാൻ. ഞാൻ ആന്റി ഒന്നും വിളിച്ചിട്ടില്ല. ആ, നിനക്ക് ഹിന്ദിയൊക്കെ മനസ്സിലാവൂലേ? അപ്പൊ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വിളച്ചില്ല. എന്റെ ശീലേ, നീ ആ കൊച്ചിനെ വെറുതെ വട്ടാക്കല്ലേ. മതി നിന്റെ റാങ്കിങ് ഒക്കെ. അതിന് ഈ കൊച്ചത്ര പാവൊന്നുമല്ല. ആണോ കൊച്ചേ? അയ്യോടാ, അതിൽ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരി, ഇതൊക്കെ വെറും സാമ്പിളാ. ഇവിടെ വെടിക്കിട്ട് കിടക്കുന്നേ ഉള്ളൂ. കൃഷ്ണ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞൊന്നിരിക്കാൻ പറ്റില്ല. ഞങ്ങളെയൊക്കെ നോക്കിയേ, എത്ര സ്മാർട്ടാ. ഞങ്ങളുടെയൊക്കെ പ്രോബ്ലംസ് നോക്കുമ്പോ തനിക്ക് ഒന്നുമില്ലടോ. അറ്റ്ലീസ്റ്റ് താൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അതെ, അത് തന്നെ ഭാഗ്യം. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നു. കൃഷ്ണയ്ക്ക് അറിയാവുന്ന പണി വീട്ടിൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. हम सबको एक ही उम्र है ना, तो हम सबको नाम से ही पुकारो, मालूम? ഈ തടിച്ച് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? മാലൂം എന്ന് പറഞ്ഞ മനസ്സിലായോന്ന്? मालूम നഹി മാലൂം. अरे वाह, वेरी गुड. നമ്മളൊക്കെ ഒരേ പ്രായമായതുകൊണ്ട് പേര് വിളിച്ചാ മതിന്ന്. शीला को थोड़ा ज्यादा ही है, वो छोड़ दो. मालूम നഹി മാലൂം. കളിയാക്കാതെ. എയ്നേനി കോയിനൊന്നും മൈനസിൽ ലൈനാവും നീനില്ല. എയ്നേനി കോയിനൊന്നും മൈനസിൽ ലൈനാവും നീനില്ല. ഇതെന്ത് ഭാഷ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലാന്ന്. സ്മാർട്ട് ആയല്ലോ. എന്ന് പറഞ്ഞ എന്താർത്ഥം അറിയോ? ആകാശത്ത് ഉമ്മ വെക്കാന്ന്. ആഹാ, ഹിന്ദിയൊക്കെ പഠിച്ചോ? തോടാ തോടാ മാലൂം. अच्छा, ऐसे हिंदी मालूम हो तो चलो और हिंदी में बात करें. അയ്യോ, ബടബടാന്ന് ഓടിച്ചുവിട്ടാ എനിക്കൊന്നും മനസ്സിലാവില്ല. हाँ? കുറച്ച് കൈ കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ചാ കൊറേയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. എന്തോ പിടിച്ചെടുക്കുന്ന കാര്യമാ. She sings very well. Yeah, she can be a good singer, but somebody has to support her. Yeah, let's give her a chance in Kaili Samaj's music album, right? Yeah, that's a great idea. ഞാൻ വേണമെങ്കിൽ അങ്ങ് മാറിയേക്കാം. എനിക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ കട്ടുറുമ്പാവുന്നേ? നിന്റെ കാര്യം അടി പറഞ്ഞത്. സമാജം ഇറക്കുന്ന മ്യൂസിക് ആൽബത്തിൽ നിന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണമെന്ന്. വെറുതെ കളിയാക്കാതെ. ഞങ്ങളവിടെ മഠത്തിൽ അങ്ങനെയായിരുന്നു. കന്യാസ്ത്രീകളെ നിർത്തിക്കൊണ്ട് അവരുടെ കുറ്റങ്ങളൊക്കെ മറുഭാഷയിൽ അങ്ങ് തട്ടിവിടും. ഞാൻ പൈനെറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ എന്ത്? ഞാൻ പൈനെറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണെന്ന് വല്ലതും പിടികിട്ടിയോ? ഇതെന്താ കൊങ്ങിണി ഭാഷയെ? കൊങ്ങിണിയും കിങ്ങിണിയൊന്നുമല്ല, മലയാളവാ. പറ. സുല്ലിട്. സുല്ല്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്ന്? അത് കൊള്ളാലോ. ഒന്നുകൂടി പറഞ്ഞ മറുഭാഷ. ആഹാ, അത് വേണ്ട, അപ്പൊ മനസ്സിലാവും. വേണമെങ്കിൽ വേറൊന്ന് പറയാം. നീ നിങ്ങൾ റെയിനുണ്ട് പെയിനേഴും എയിനെന്നാ കൈനല്യാണം കൈനഴിക്കുന്നേ. ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് നിർത്തി പറ. അയ്യടാ, അങ്ങനെ പറഞ്ഞാൽ ആർക്കും ഏത് ഭാഷയും മനസ്സിലാവും. ഞാൻ മുമ്പ് സാറിനോട് പറഞ്ഞില്ലേ ഒന്ന് നിർത്തി പറയാന്? ആളങ്ങോട്ട് സ്മാർട്ടായി പോയല്ലോ. ഒന്നുകൂടി പറഞ്ഞേ. നീ നിങ്ങൾ റെയിനുണ്ട് പെയിനേഴും എയിനെന്നാ കൈനല്യാണം കൈനഴിക്കുന്നേ. എല്ലാത്തിനും വയ്യേനുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരുമെന്നാ കല്യാണം കഴിക്കുന്നേ. ഇവളാള് കൊള്ളാലോ. ഹലോ. കൃഷ്ണ പറഞ്ഞ മറുഭാഷ എന്തെന്ന് മനസ്സിലായോ? ആഹാ, നീ ഇതുവരെ അത് തലേന്ന് കളഞ്ഞില്ലേ? ഹേയ്, ഞാൻ ഫോണിൽ നിന്ന് വിഷ്വൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തപ്പോ അതിനിപ്പോ എന്നെ ഇത്ര അത്യാവശ്യമായിട്ട് ഉറക്കത്തിന്ന് വിളിച്ചു പറയാൻ? സോറി, ഷീ ഈസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്.
കൃഷ്ണ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ പ്രേമത്തിലാന്നാ. നമ്മൾ രണ്ടുപേരും എന്നാ കല്യാണം കഴിക്കുന്നതെന്ന് അവള് ചോദിച്ചത്. ആഹാ, നീ കൂടുതൽ സോറി ഒന്നും പറയണ്ട. എനിക്കതിൽ വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ നിനക്കങ്ങനെ ആരോടും പ്രേമമൊന്നുമില്ല. നീ ഫ്രീ ആണെന്ന് അവൾ അറിഞ്ഞാ പോരെ. എന്റെ മോനെ, കിടന്നുരുളാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്ത് ഡ്യൂട്ടി ഉള്ളതാ. പാതിരാത്രിക്ക് അവന്റെ ഒരു കണ്ടുപിടുത്തം. നീ ചിരിക്കൊന്നും വേണ്ട. ഞാൻ ബോയ് ഫ്രണ്ടുമായിട്ട് പഞ്ചാരടിക്കൊന്നും അല്ലായിരുന്നു. അവിടെ ബളുബിളു ബിളുബിളു എന്നൊരു മറുഭാഷ. വീർ ഓൺലി ഫ്രണ്ട്സ്. അല്ലാതെ നിന്റെ സാറുമായി എനിക്ക് പ്രേമമൊന്നുമില്ല. ഞാൻ ചുമ്മാ അപ്പൊ ഒരു രസത്തിന് ചോദിച്ചതാ. അജിയ, ഈ ചെക്കൻ എന്തോ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഒരു പെണ്ണ് ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് പാതിരാത്രി വരെ അത് ഓർത്തിരിക്കുക. ഫോട്ടോ കമ്പ്യൂട്ടറിലിട്ട് തിരിച്ചു മറിച്ച് എഡിറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക. ഈ രോഗത്തിന്റെ ചികിത്സ നീ തന്നെ ചെയ്യേണ്ടി വരും. കേട്ടോ മോളെ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല സാറിനെ കണ്ടേക്കുന്നത്. എങ്ങനെയൊന്നുമല്ല. എനിക്ക് ദൈവത്തെ പോലെയാ സാറ്. ദാണ്ട്, എന്നാ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഡാ, ഇവക്ക് പ്രേമമല്ല, ഭക്തിയാ നിന്നോട്. നീ ദൈവത്തെ പോലെയാന്ന്. അതുകൊണ്ട് തൽക്കാലം ദൈവം സാറ് കിടന്നുറങ്ങാൻ നോക്ക്. ദൈവം സാറാ? അതെന്ത് സാറ്? ഇന്നെന്താ മമ്മ സമാജത്തിലെ പതിവില്ലാത്ത ക്രൗഡ്? കംപ്ലീറ്റ് ടീമുകളും ഉണ്ടല്ലോ. ഇന്ന് സൺഡേ അല്ലേ? ശബ്ദമില്ലാത്ത സെക്രട്ടറിയുടെ കോപ്രായം ഒക്കെ കാണാന്ന് വെച്ചായിരിക്കും. ഷൈനി ഒന്നും വന്നില്ലേ ചേച്ചി? പരീക്ഷയാ. അജിത്തേ, ഇന്ന് അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ കൂടെ കാണണം. വലിഞ്ഞാക്കല്ലേ? ചുമ്മാതല്ല, ചന്ദ്രേട്ടനും ഗ്രൂപ്പുവാ. സെക്രട്ടറി ചാടിക്കാനുള്ള പരിപാടിയാ. ദേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിന്നേക്കല്ലേ. ഒന്ന് തല കാണിച്ചിട്ട് ഇറങ്ങിയേക്കണം. നമുക്ക് രണ്ടാൾക്കാരും വേണ്ടതാ. മമ്മ, സ്മിത, എന്താ ഇന്ന് പതിവില്ലാതെ സമാജത്തില്? ഹേയ്, ഡ്യൂട്ടിക്ക് പോണം. ഞാനിവിടെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. സെക്രട്ടറി ആന്റി വിളിച്ചായിരുന്നു. കൃഷ്ണനെ കൊണ്ട് മീറ്റിങ്ങിന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കണമെന്ന് പറഞ്ഞു. അത് ശരി, ഇതാണല്ലേ കൃഷ്ണപ്രിയ? ആഹാ, മമ്മി ഇതൊരു മീറ്റ് ചെയ്തില്ലായിരുന്നോ? ഇല്ലെന്നേ. അല്ലേലും ഇവനാള് ഭയങ്കര കള്ളനാ. എന്തടച്ചിരിക്കുന്നേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ഇവൻ എന്നെ പരിചയപ്പെടുത്തില്ല. എന്താന്നറിയാമോ? മമ്മ ചുമ്മാ വാചടിക്കാതെ, അകത്ത് മീറ്റിംഗ് തുടങ്ങാറായി. ഞാൻ കയറി കല്യാണം ആലോചിച്ചാലോ എന്നുള്ള പേടിയാ. ഓ പിന്നെ, കല്യാണം കഴിക്കാൻ ഇവന് എത്രയ്ക്ക് പേടിയാ. ചുമ്മാ അതൊക്കെ ആണെങ്കിലും ഒരു നമ്പറാ മമ്മ. മമ്മ എന്തായാലും ഇങ്ങോട്ട് ആലോചന ഒന്നും വെക്കണ്ട. ഇവക്ക് ദൈവത്തെ പോലെ സാറ്. അത് മമ്മ, സാറില്ലായിരുന്നെങ്കി ഞാനിവിടെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കുട്ടി. ആളെ കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വാ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോ ദൈവം സാറേ, മീറ്റിംഗ് കഴിഞ്ഞ് ഇവളെ ഫ്ലാറ്റിലേക്ക് ഒന്നുകൊണ്ട് വിട്ടേക്കണം കേട്ടോ? ദൈവം സാറോ? അതെന്ത് സാറാ? അവൾക്ക് ചുമ്മാ വട്ട. ഈ ഗാനം ആലപിച്ച കൃഷ്ണപ്രിയെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണല്ലോ. വളരെയധികം സഹതാപവും സഹായവും അർഹിക്കുന്ന ഈ അവസ്ഥയിൽ കൽക്കട്ട മലയാളികളായ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായം എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്കായി അവധി ദിവസങ്ങളിൽ ഒരു സംഗീത ക്ലാസ് ഇവിടെ വെച്ച് നടത്തുവാൻ കൃഷ്ണപ്രിയയെ ചുമതലപ്പെടുത്തുന്ന വിവരം ഈ അവസരത്തിൽ നിങ്ങളെ ഏവരെയും അറിയിക്കണം. പാട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇനി ഈ സംഗീത ക്ലാസ് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി സ്വാഗത പ്രസംഗം. സെക്രട്ടറി. സ്വാഗത പ്രസംഗം. പണി തുടങ്ങിക്കോടാ. നമസ്കാരം. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ സെക്രട്ടറിക്ക് വേണ്ടി അദ്ദേഹം